ഫിലോസഫി അത് ഫിസിക്സിനെയും ഫിസിക്സിനെയും ഉൾക്കൊള്ളുന്നുണ്ട്. മാത്രമല്ല, ഞാൻ ഇവിടെ ഉദ്ധരിച്ചു ഗോഡ് ഇക്വേഷനെ. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഈ കോസ്മോളജി അല്ലെങ്കിൽ കണ്ടിൻജൻസി ആർഗ്യുമെൻറ്റ്, കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ്, സമാനമായ ആർഗ്യുമെൻറ്റുകൾ പരിശോധിച്ചിട്ട് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഹാർഡ് ടു അവോയ്ഡ് ദ കൺക്ലൂഷൻ ദാറ്റ് ദിസ് വാസ് ഓൾ പ്ലാൻഡ് ഇൻ അഡ്വാൻസ്, ദാറ്റ് ഇറ്റ്സ് എലഗൻറ്റ് ഡിസൈൻ ഷോസ് ദി ഹാൻഡ് ഓഫ് എ കോസ്മിക് ഡിസൈനർ. അദ്ദേഹത്തെ നാം തള്ളുക എന്ന് പറഞ്ഞാൽ. പിന്നെ സൂചിപ്പിച്ച ഒരു കാര്യം, നത്തിങ് എന്ന ഒരു വിഷയം മുൻനിർത്തിക്കൊണ്ട് ലോറൻസ് ക്രൂസ് പറയുന്നതാണ് സഹസമ്പാദകൻ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥലവും ദ്രവ്യവും കാലവും ഇല്ലാത്ത അവസ്ഥ പോലും നത്തിങ് അല്ല. അലക്സാണ്ടർ വിലൻക്വിൻ 25 വർഷമായി അമേരിക്കയിൽ കോസ്മോളജിസ്റ്റാണ്. സ്ഥലവും കാലവും ദ്രവ്യവും ഇല്ലെങ്കിൽ പോലും അത് നത്തിങ് എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം അത് പറയുന്നത് ലോറൻസ് ക്രൂസ് ഒരു പുസ്തകം എഴുതി, എ യൂണിവേഴ്സ് ഫ്രം നത്തിങ്, വൈ ദർ ഈസ് സംതിങ് റാദർ ദാൻ നത്തിങ്. നത്തിങ് എന്നതിനെ പൊളിച്ച് കയ്യിൽ കൊടുത്തതാണ്. ഞാൻ ആ വിഷയം കൂടുതൽ ഇങ്ങനെ ഡീറ്റെയിലായി ആ ഭാഗത്ത് കറങ്ങി നിൽക്കുന്നില്ല. പ്രപഞ്ചത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹം അതേപോലെ പറഞ്ഞു, ഈ കുറച്ച് ഭാഗം പരിശോധിച്ച് മൊത്തത്തിൻ്റെ തീരുമാനം എടുക്കുന്നതിനെ കുറിച്ച്. അത് ഇൻഡക്റ്റീവ് റീസണിങ്ങിൻ്റെ ഒരു രീതികളിൽപ്പെട്ട രീതിയാണ്. സ്വാഭാവികമായി നമ്മൾ റാൻഡം ടെസ്റ്റ് നടത്തിയിട്ടാണ് അതിനെ ജനറലൈസ് ചെയ്യാറുള്ളത്. ലോകത്തുള്ള എല്ലാ ആളുകളെയും പരിശോധിച്ചിട്ടല്ല ഒരു തീരുമാനത്തിലെത്താറുള്ളത്. സ്പേഷ്യസ് റെഗുലാരിറ്റി, ടെമ്പർ റെഗുലാരിറ്റി, താഴോട്ട് ആപ്പിൾ വീണപ്പോൾ അദ്ദേഹം ചിന്തിച്ചോ ഇന്നലെയും നാളെയും താഴോട്ടാണ് വീഴുകയെന്ന്? ഇനി ഇവിടെ താഴോട്ടാണ് വീണതെങ്കിൽ എവിടെയും താഴോട്ട് തന്നെയാണ് വീഴുക എന്ന് അദ്ദേഹം ചിന്തിച്ചോ? സയൻസിൻ്റെ ബേസ് ഫിലോസഫിയിലാണ്, സയൻറ്റിഫിക് മെത്തേഡിൻ്റെ ബേസ് ലോജിക്കാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു നെസസറി ബീയിങ് എന്ന് പറഞ്ഞാൽ ദൈവം അതിൽ പെടില്ല. എന്നിട്ട് ഉദാഹരിച്ചത് സംഖ്യാമൂല്യമൊക്കെയാണ്. സംഖ്യാമൂല്യമൊക്കെ അബ്സ്ട്രാക്ട്സ് അല്ലേ, നിലനിൽപ്പില്ലാത്ത കാര്യങ്ങളല്ലേ. ഇനി ദൈവത്തെ മനുഷ്യരുണ്ടാക്കിയത് കൊണ്ട് നെസസറി അല്ല. സംഖ്യാമൂല്യത്തെ ആരാണ് പിന്നെ പരികൽപ്പിച്ചത്? മനുഷ്യരല്ലേ, നാസ്തികതയുടെ ഭാഷയിൽ. എൻ്റെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഗ്ലോബൽ നൺസെൻസുകൾ പ്രചരിപ്പിക്കുന്ന റിച്ചാർഡ് ഡോക്കിൻസും എൻ്റെ സഹസംവാദകനും, ഞാൻ വ്യക്തിപരമായ ആക്ഷേപമല്ല, ആശയപരമാണ്, അവർ പറയുന്ന കാര്യങ്ങളിൽ ഒട്ടും സാമൂഹിക ഉത്തരവാദിത്തം കാണിക്കുന്നവരല്ല എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ വാദം. ഉത്തരവാദിത്തം സ്വാഭാവികമായി ഉണ്ടാവണം, കാരണം ഇത് ദൈവാസ്തിക്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഡോക്കിൻസിൻ്റെ ഗോഡ് ഡെല്യൂഷനെ അവലംബിച്ചുകൊണ്ടാണ് എൻ്റെ ബഹുവന്യനായ സഹോദരൻ നാസ്തികനായ ദൈവം എഴുതിയത്. അതിൻ്റെ പേജ് 494 അദ്ദേഹം പറയുന്നത് പ്രപഞ്ചം അനാദിയാണ് എന്നുള്ളതാണ്. പക്ഷേ പേജ് 489 പ്രപഞ്ചം പലതും ഉണ്ടാകും, പക്ഷേ പ്രപഞ്ച ഹേതുവായ ദ്രവ്യം അനാദിയാണ്. ആദ്യം 489 ഇത് പറഞ്ഞു, പിന്നെ 94 പറയുന്നു പ്രപഞ്ചം അനാദിയാണ്. പ്രപഞ്ചം അനാദിയാണെങ്കിൽ പിന്നെ അടിസ്ഥാന ഹേതുവിൻ്റെ ആവശ്യം എന്താ? സെൽഫ് റെഫ്യൂട്ടിങ് ആരാണ് പറയുന്നത്? പ്രപഞ്ചം അനാദിയാണെന്ന് ആദ്യം, പിന്നെ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഹേതുവായ ദ്രവ്യം അനാദിയാണ്. ഇനി പ്രപഞ്ചം എന്നുമുണ്ട്, കാരണം തെളിവെന്താ പറയുന്നത്? പ്രപഞ്ചം ഇല്ലാതാവുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇല്ലാതാവുന്നത് സങ്കല്പിക്കാൻ പറ്റാത്തതിനാൽ പ്രപഞ്ചം എന്നുമുണ്ട് എന്ന്. പക്ഷേ നാസ്തികതയുടെ സ്വതന്ത്ര ചിന്തയുടെ ഭാഷയിൽ സാം ഹാരിസിനെ നിങ്ങൾക്ക് തള്ളാൻ പറ്റുമോ? ഫ്രീവിൽ എഴുതിയ അദ്ദേഹം അതിനെന്താ പറയുന്നത്? ഇത്തരം ആലോചനകൾ ജസ്റ്റ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എൻ ഇല്യൂഷൻ, അതൊരു തോന്നൽ മാത്രമാണ്. ആ തോന്നലിനെ ആധാരമാക്കിയിട്ടാണോ ഒരു പ്രമാണം ഉണ്ടാക്കുന്നത്? മാത്രവുമല്ല, ഇതിനെയെല്ലാം നിർവീര്യമാക്കുന്ന വേറെ സ്റ്റേറ്റ്മെൻറ്റ് 166 പേജിൽ കാണാം. 13 ബില്യൺ സംതിങ് കൊല്ലങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ്ങിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായത്. അനാദിയായ പ്രപഞ്ചം പിന്നെ ഉണ്ടാകേണ്ടതുണ്ടോ? പക്ഷേ ഈ പുസ്തകം ഏകദേശം അവസാനമാകുമ്പോഴേക്ക് നാസ്തികനായ ദൈവം എഴുതിയ ഗ്രന്ഥകാരൻ ആസ്തികനാകുന്നുണ്ടോ എന്നൊരു തോന്നൽ. കാരണം അദ്ദേഹം പറയുകയാണ്, കാലമുണ്ടായിട്ട് 99.9 വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യനുണ്ടായത്. അതൊരു ഹൈപ്പർബോളയായിരിക്കും.
ഞാൻ അതിനെയൊന്നും ചോദ്യം ചെയ്യുന്നില്ല. ആ അക്കത്തിൻ്റെ അക്വറസി അല്ല എൻ്റെ വിഷയം. അതേസമയം 100 എന്ന ഡെഫിനിറ്റ് എൻഡിൻ്റെ അകത്ത് വരുന്ന ഒരു പോയിന്റാണ് 99.9. അപ്പൊ കാലം അവസാനിക്കുമെന്ന പരലോക വിശ്വാസമാണോ നാസ്തികനായ ദൈവത്തിൽ ഈ നാസ്തികതയുടെ നേതാവ് പ്രചരിപ്പിക്കുന്നത്? അതാണ് മനുഷ്യന്റെ ഇൻഡ്യൂഷനാണ് ദൈവബോധം എന്ന് പറയുന്നത്. ഒരു തുടക്കമുണ്ട് അവസാനമുണ്ട് എന്നുള്ളത് ഇൻഡ്യൂഷനാണ്. നാസ്തികത പ്രചരിപ്പിക്കാൻ എഴുതുമ്പോൾ നാച്ചുറലി വരികയാണ് 99.9 പോയിന്റിലെത്തിയപ്പോഴാണ് മനുഷ്യനുണ്ടായത് എന്ന്. അതായത് മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണത്തിലാശങ്ക ഉൽപ്രേക്ഷ കേലംകൃതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയാണ്. അപ്പോൾ ആശയപരമായ ഈ ദയനീയത അത് ഞാൻ സാം ഹാരിസിനെ ഉദ്ധരിക്കുകയുണ്ടായി. സാം ഹാരിസ് ഫ്രീ വില്ലിൽ ഇല്ല എന്ന് പറയുന്നു. ഫ്രീ വില്ലില്ലല്ലോ എന്ന ചോദ്യത്തിന് ഇവർ പറയാറുള്ളത് അല്ലെങ്കിൽ പ്രചരിപ്പിക്കാറുള്ളത് എന്താ? ഫ്രീ വില്ലുണ്ട് എന്ന തോന്നലാണല്ലോ നമ്മുടെ ഫ്രീ വിൽ. അത് ഫ്രീ വില്ലിൻ്റെ തെളിവാണ്. പക്ഷേ വി ഡു നോട്ട് ഹാവ് ദ ഫ്രീഡം വി തിങ്ക് വി ഹാവ്, അതുപോലും ശരിയല്ല എന്നാണ് സാം ഹാരിസ് പറയുന്നത്. പക്ഷെ തോന്നലൊന്നും ശരിയല്ല എന്ന സാം ഹാരിസിൻ്റെ വാദം തള്ളിയിട്ട് തോന്നലാണ് പ്രമാണം എന്ന് പറയുന്ന ആളുകളോട് കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഉണ്ടോ എന്ന് ചോദിച്ചോക്ക്. അപ്പോൾ പറയും ആർക്കും ഭയം ഉണ്ടാക്കാൻ കഴിയില്ല. അവിടെ സാം ഹാരിസിൻ്റെ കൂടെയാണ്. അതാണ് അതിൻ്റെ ഒരു കോൺട്രാഡിക്ഷൻ. ഇനി ഒരു തോന്നൽ അത് പ്രമാണമാവണമെങ്കിൽ എപ്പിസ്റ്റമോളജിയിൽ 3 കണ്ടീഷൻ വെക്കണം. ഇറ്റ് ഷുഡ് ബി യൂണിവേഴ്സൽ, ഇറ്റ് ഷുഡ് നോട്ട് ബി ടോട്ട് വൺ, ഇറ്റ് ഷുഡ് ബി ഇൻഡ്യൂറ്റീവ്. അത് പ്രാപഞ്ചികമാകണം, പഠിപ്പിക്കപ്പെട്ടതാവരുത്, സഹജമായി തോന്നണം. സത്യത്തിൽ നാസ്തികത എത്രത്തോളം പുരോഗതി പ്രാപിക്കുന്നുണ്ടോ അത്രത്തോളം, ശാസ്ത്രം എത്രത്തോളം പുരോഗതി പ്രാപിക്കുന്നുണ്ടോ അത്രത്തോളം നാസ്തികത ഇല്ലാതാവും. ഞാനിത് വെറുതെ പറയുകയല്ല. ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് 185ഓളം, ഇനി ആ എണ്ണത്തിൽ പിടിച്ചു തൂങ്ങേണ്ടതില്ല, അത്രയും അവയവങ്ങൾ വെസ്റ്റീജിയസ് ആണ് എന്നുള്ള ആർഗ്യുമെന്റ് നാസ്തിക ലോകത്തുണ്ടായിരുന്നു. കോക്കിക്സിനെ സംബന്ധിച്ച്, അപ്പൻഡിക്സിനെ സംബന്ധിച്ച്, അതേപോലെ ഈ പ്യൂബിക് ഹെയറിനെ സംബന്ധിച്ച്, ചെവിക്കുടയെ സംബന്ധിച്ച്, അതിനെക്കുറിച്ചൊക്കെ അത് വെറുതെയാണ്, ദൈവത്തിന്റെ ആസൂത്രണം പാളി എന്ന് പറഞ്ഞ ആളുകളാണ്. ഹൈഡ്രജൻ ബലൂണിൽ സ്പേസിൽ പോകാം. ഒരു ഹൈഡ്രജൻ ആറ്റത്തെയോ ഒരു ഹീലിയം ആറ്റത്തെയും ഇതേ കണക്ക് ആകർഷിക്കുന്നുണ്ട്. പക്ഷെ ആകർഷണം വളരെ ദുർബലമായതുകൊണ്ടാണ് അവയെല്ലാം അവിടെ നമ്മുടെ പിടിവിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഹൈഡ്രജൻ നിൽക്കില്ല. ഹൈഡ്രജനെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഗുരുത്വാകർഷണ ബലം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ ഈ ഹൈഡ്രജൻ ബലൂൺ വിട്ടു കഴിഞ്ഞാൽ ഉടനെ ടപ്പേന്ന് മേളിൽ പോകുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പേസിൽ പോകാൻ ഹൈഡ്രജൻ ബലൂൺ ഉപയോഗിക്കാം. ഒരു ബലൂണിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പേസിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ്. കീടനാശിനി ക്യാൻസറിന് കാരണമാകില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളാണ്. പക്ഷെ ഇന്ന് അത് പറയാൻ പറ്റുമോ? കണ്ണട ചെവിക്കുടയിൽ തൂക്കിയിട്ട് ചെവിക്കുടയൊക്കെ വെറുതെയാണ് എന്നൊരു നാസ്തികൻ പറയുന്നത് ഇതുപോലെയാണ്. അതേപോലെയാണ് ഇവരുടെ അവസ്ഥ.